ഇന്ന് അല്പനേരത്തെ ധ്യാനചിന്തയ്ക്കായി നാം തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 15-ാം അധ്യായം 25 മുതൽ 32 വരെയുള്ള വേദഭാഗമാണ്. വേദഭാഗം ഒരു പ്രാവശ്യം നമുക്ക് ചേർന്നൊന്ന് വായിക്കാം. അവൻ്റെ മൂത്ത മകൻ വയലിലായിരുന്നു. അവൻ തിരിച്ചു വരുമ്പോൾ വീടിനടുത്ത് വെച്ച് സംഗീതത്തിൻ്റെയും നൃത്തത്തിൻ്റെയും ശബ്ദം കേട്ടു. അവനൊരു വേലക്കാരനെ വിളിച്ച് കാര്യം തിരക്കി. വേലക്കാരൻ പറഞ്ഞു, നിൻ്റെ സഹോദരൻ തിരിച്ചു വന്നിരിക്കുന്നു. അവനെ സസുഖം തിരിച്ചു കിട്ടിയതുകൊണ്ട് നിൻ്റെ പിതാവ് കൊഴുത്ത കാളക്കുട്ടിയെ കൊന്നിരിക്കുന്നു. അവൻ കോപിച്ച് അകത്ത് കയറാൻ വിസമ്മതിച്ചു. പിതാവ് പുറത്തു വന്ന് അവനോട് സാന്ത്വനങ്ങൾ പറഞ്ഞു. എന്നാൽ അവൻ പിതാവിനോട് പറഞ്ഞു, നോക്കൂ, എത്ര വർഷമായി ഞാൻ നിനക്ക് ദാസ്യവേല ചെയ്യുന്നു. ഒരിക്കലും നിൻ്റെ കൽപ്പന ഞാൻ ലംഘിച്ചിട്ടില്ല. എങ്കിലും എൻ്റെ കൂട്ടുകാരോട് ആഹ്ലാദിക്കാൻ ഒരു ആട്ടിൻകുട്ടിയെ പോലും നീ എനിക്ക് തന്നില്ല. എന്നാൽ വേശ്യകളോട് കൂട്ടുചേർന്ന് നിൻ്റെ സ്വത്തെല്ലാം ധൂർത്തടിച്ച നിൻ്റെ ഈ മകൻ തിരിച്ചു വന്നപ്പോൾ അവന് വേണ്ടി നീ കൊഴുത്ത കാളയെ കൊന്നിരിക്കുന്നു. അപ്പോൾ പിതാവ് പറഞ്ഞു, മകനെ, നീ എപ്പോഴും എന്നോടുകൂടെ ഉണ്ടല്ലോ. എനിക്കുള്ളതെല്ലാം നിൻ്റേതാണ്. ഇപ്പോൾ നമ്മൾ ആനന്ദിക്കുകയും ആഹ്ലാദിക്കുകയും വേണം. എന്തെന്നാൽ നിൻ്റെ ഈ സഹോദരൻ മൃതനായിരുന്നു, അവനിപ്പോൾ ജീവിക്കുന്നു. നഷ്ടപ്പെട്ടിരുന്നു, ഇപ്പോൾ കണ്ടുകിട്ടിയിരിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, ലൂക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 15-ാം അധ്യായം മാനസാന്തരത്തിൻ്റെ സുവിശേഷം എന്ന നിലയിൽ നാം ഏറെ ധ്യാനിച്ചിട്ടുള്ള ഒരു വേദഭാഗമാണ്. അതിൽ വേദപുസ്തകത്തിൽ അതിന് സബ് ടൈറ്റിൽ കൊടുത്തിട്ടുള്ളത് തന്നെ ധൂർത്തപുത്രൻ്റെ ഉപമ എന്നാണ്. നമുക്കറിയാം, ഈ വേദഭാഗം ഒരു പിതാവിന് 2 മക്കളുണ്ടായിരുന്നു. അതിലിളയവൻ ഒരു ദിവസം അപ്പനോട് അവൻ്റെ വീതത്തിലുള്ള സ്വത്ത് ആവശ്യപ്പെടുകയും ഈ സ്വത്തുമായി അവൻ ദൂരദേശത്തേക്ക് യാത്രയാവുകയും ചെയ്യുന്നു. ഒടുവിൽ സ്വത്തെല്ലാം വിറ്റുതുലച്ച് ഇവൻ ഭക്ഷണത്തിന് പോലും ബുദ്ധിമുട്ടി മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലൂടെ പിതൃഗ്രഹത്തിലേക്ക് മടങ്ങി വരുന്ന ഒരു അനുഭവമാണ് അവിടെ ചിത്രീകരിക്കുന്നത്. ഇത് നാം ഏറെ ധ്യാനിച്ചിട്ടുള്ള ഒരു സംഭവമാണ്. വഴിതെറ്റിപ്പോയ ഒരു മകൻ ദൈവാനുഭവത്തിലേക്ക് മടങ്ങി വരുമ്പോൾ അവനെ കരുണയോടെ കരം ചേർത്ത് പിടിക്കുന്ന പിതാവാം ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ഈ വേദഭാഗത്തോടെ ഏറെ നാം ചർച്ച ചെയ്തിട്ടുള്ളതാണ്. എന്നാൽ സഹോദരങ്ങളെ, ദൈവാവബോധത്തിലേക്ക് തിരികെ വരുന്ന ഈ മകനെ ചേർത്ത് പിടിക്കുന്ന ആ പിതാവിൻ്റെ സ്നേഹത്തോട് കൂടെ നിൽക്കുന്ന ഒരു മകൻ കൂടിയുണ്ടല്ലോ, മൂത്ത മകൻ. ഈ മൂത്ത മകനെയാണ് ഇന്നത്തെ ധ്യാനചിന്തയ്ക്കായി നാം തിരഞ്ഞെടുത്തിരിക്കുന്നത്. നോക്കുക, ഈ മൂത്ത മകനെ ഒന്നാമതായി നിങ്ങളുടെ മുമ്പിലേക്ക് വയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇതാണ്. മൂത്ത മകൻ പിതാവിനോടൊപ്പം എപ്പോഴും കൂടെ കഴിയുന്നവനാണ്. അവൻ്റെ ഒന്നാമത്തെ പ്രത്യേകത അതാണ്. രണ്ടാമതായി, അവൻ പിതാവിൻ്റെ നിർദ്ദേശങ്ങൾക്കനുസൃതമായി, പിതാവിൻ്റെ ഇഷ്ടത്തിനനുസൃതമായി എപ്പോഴും വയലിൽ വേല ചെയ്യുന്നവനാണ്. വയലിൽ വേല ചെയ്യുന്നു എന്ന് മാത്രമല്ല, വയലിൽ കഠിനാധ്വാനം ചെയ്യുന്നു എന്ന് തന്നെയാണ് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് പിതാവിൻ്റെ അനുസരണത്തിലും പിതാവിനോടുള്ള വിധേയത്വത്തിലും തന്നെ കഴിയുന്ന ഒരു മകനാണ് ഇതിലെ മൂത്തപുത്രൻ. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ മകനെക്കുറിച്ച് ചിന്തിക്കാവുന്നത്, അല്ലെങ്കിൽ ഈ മകനെക്കുറിച്ച് നമുക്ക് കരുതാവുന്നത് പ്രാർത്ഥനാ ജീവിതവുമായി സഭയോട് ചേർന്ന് നിന്ന് പ്രാർത്ഥനാ ജീവിതത്തിൽ വളരെ മുന്നോട്ട് പോയിട്ടുള്ള നമ്മുടെയൊക്കെ ഒരു പ്രതിനിധിയായി തന്നെ വേണമെങ്കിൽ ഈ മകനെ നമുക്ക് സങ്കല്പിക്കാവുന്നതാണ്. നമ്മളോട് ചേർന്ന് നിൽക്കുന്ന, നാമൊക്കെ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവരാണ് എന്ന് അഭിമാനിക്കുന്നവരാണ്. ദൈവത്തോട് ചേർന്ന് നിന്ന് അവൻ്റെ ചെറിയ ചെറിയ ശുശ്രൂഷകളാണെങ്കിലും ദൈവനാമ മഹത്വത്തിന് വേണ്ടി ഏറ്റെടുക്കുന്നവരും ഈ ശുശ്രൂഷയുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നവരുമൊക്കെയാണ് നമ്മൾ. അപ്പോൾ ഈ മൂത്ത മകനും ഏതാണ്ട് ഇങ്ങനെ തന്നെയാണ്. അവനും പിതാവിൻ്റെ നിർദ്ദേശപ്രകാരം വയലിൽ കഠിനാധ്വാനം ചെയ്തതിന് ശേഷമാണ് ഇവൻ വീട്ടിലേക്ക് മടങ്ങി വരിക. വീട്ടിൽ മടങ്ങി വരുമ്പോഴാണ് ഇളയ പുത്രൻ മടങ്ങി വന്നിരിക്കുന്നതും ഇളയ മകന് വേണ്ടി വീട്ടിൽ വലിയൊരു വിരുന്നൊരുക്കുന്നതും ഇവൻ കാണാനിട വരുന്നത്. വളരെ പെട്ടെന്ന് ഇവൻ്റെ പ്രതികരണം നമ്മളൊന്ന് നോക്കുക. ഇവൻ ആദ്യം തന്നെ കാര്യം എന്തെന്ന് തിരക്കുന്നത് പിതാവിനോടല്ല ഇവൻ തിരക്കുന്നത്. വീട്ടിലെ വേലക്കാരനെ വിളിച്ചിട്ട് വേലക്കാരനോടാണ് ഇവൻ ചോദിക്കുക, എന്താണ് അകത്ത് സംഭവിക്കുന്നത്. അപ്പോൾ തന്നെ പിതാവ് ഇവൻ്റെ ഇഷ്ടത്തിനെതിരായി, അല്ലെങ്കിൽ ഇവൻ്റെ താല്പര്യങ്ങൾക്ക് എതിരായി എന്തോ അവിടെ ചെയ്യുന്നു എന്നൊരു തോന്നലുള്ളത് കൊണ്ട് തന്നെയാണ് ഇവൻ ജോലിക്കാരനെ വിളിച്ചാണ് കാര്യം തിരക്കുക. അത്ര പോലും ഒരു ആത്മബന്ധം പിതാവിനോട് പുലർത്തുവാൻ ഇവൻ തയ്യാറാവുന്നില്ല. വേലക്കാരനാണ് പറയുന്നത്, നിൻ്റെ നഷ്ടപ്പെട്ടു പോയ സഹോദരൻ തിരികെ വന്നിരിക്കുന്നു. അവനെ സസുഖം തിരിച്ച് കിട്ടിയത് കൊണ്ട് പിതാവ് അവന് വേണ്ടി വലിയൊരു വിരുന്നൊരുക്കുകയാണ്. പെട്ടെന്ന് ഇവൻ ക്ഷുഭിതനായി മാറിപ്പോകുന്നു.
നഷ്ടപ്പെട്ടു പോയ ആത്മബന്ധത്തെ വീണ്ടും കിട്ടിയതോർത്തിട്ടുള്ള സന്തോഷമല്ല ഇവൻ്റെ ഉള്ളിൽ ഉടനെ ഉണ്ടാകുന്നത്. സന്തോഷത്തേക്കാൾ ഉപരി ഇവൻ വളരെ പെട്ടെന്ന് രോഷാകുലനായി മാറുകയാണ്. വളരെ പെട്ടെന്ന് ഇവൻ ശോഭിക്കുകയാണ്. സഹോദരങ്ങളെ, ഇത് നമ്മളെ വളരെ വലിയൊരു ധ്യാനചിന്തയിലേക്ക് കൊണ്ടെത്തിക്കുന്നുണ്ട്. കാരണം നമ്മുടെ സാഹചര്യങ്ങളെല്ലാം അനുകൂലമായിരിക്കുമ്പോൾ നമ്മെ തന്നെ ആത്മീയരെന്ന്, നാം പിതാവാം ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവരെന്ന്, നാം ദൈവാനുഭവത്തോട് ചേർന്ന് നിൽക്കുന്നവരെന്ന് കരുതുക വളരെ എളുപ്പമാണ്. വീണ്ടും ഞാൻ ഒന്നുകൂടി ആവർത്തിക്കട്ടെ, നമ്മുടെ സാഹചര്യങ്ങളെല്ലാം നമുക്ക് അനുകൂലമായിരിക്കുമ്പോൾ നാം ദൈവാഭിമുഖ്യത്തോട് വളരെ ചേർന്ന് നിൽക്കുന്നവർ എന്ന് കരുതുക വളരെ എളുപ്പമാണ്. ഇവിടെ ഈ മകനെ സംബന്ധിച്ചിടത്തോളം ഇവൻ്റെ ഇഷ്ടത്തിനെതിരായി, ഇവൻ്റെ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായി ഒരു കാര്യം, നഷ്ടപ്പെട്ടു പോയ അനുജൻ തിരികെ വന്നിരിക്കുന്നു. ഈ അനുജന് വേണ്ടി ഇവൻ്റെ സമ്മതം ചോദിക്കാതെ, ഇവൻ്റെ ഇഷ്ടം തിരക്കാതെ പിതാവ് ഇവന് വേണ്ടി ഒരു വിരുന്നൊരുക്കുന്നു. ഇതിവന് ക്ഷുഭിതനാക്കി മാറ്റുകയാണ്. ഇവൻ്റെ ഇഷ്ടത്തിന് വിരുദ്ധമായ ഒരു സാഹചര്യം അവിടെ സംജാതമാകുന്നു. ഇതിൽ ഇവൻ വളരെ പെട്ടെന്ന് ക്ഷുഭിതനായി മാറുന്നു. സഹോദരങ്ങളെ, ഞാനിതിനെ കാണുക ഇങ്ങനെയാണ്. ഒരിക്കലും ഇത് ഇവൻ്റെ ഉള്ളിലുള്ള ഒരു നിമിഷത്തെ ക്ഷോഭമല്ല. യഥാർത്ഥത്തിൽ ഉള്ളിൽ വളരെ പെട്ടെന്ന് അനുജൻ മടങ്ങി വന്നതുകൊണ്ട് ഇവൻ്റെ ഉള്ളിലുണ്ടായ ഒരു നിമിഷത്തെ ക്ഷോഭമല്ല യഥാർത്ഥത്തിൽ ഇവിടെ പുറത്തു വരുന്നത്. കാരണം ഇതൊരു നിമിഷത്തെ പ്രകോപനമല്ല എന്ന് പറയുവാനുള്ള കാരണം ഇത് തന്നെയാണ്. ഇവനുള്ളിൽ അമർത്തി വെച്ചിരുന്നത്, പിതാവിനെ ഇവൻ അനുസരിക്കുന്നുവെങ്കിൽ, പിതാവിന് വേണ്ടി ഇവൻ വേല ചെയ്യുന്നുവെങ്കിൽ, ഇവൻ എന്തൊക്കെയോ ഉള്ളിൽ ഒത്തിരി 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 അമർത്തി പിടിച്ചുകൊണ്ട്, ഉള്ളിൽ എന്തൊക്കെയോ ഒത്തിരി അടക്കി നിർത്തിക്കൊണ്ട് തന്നെയാണ് ഇവൻ യഥാർത്ഥത്തിൽ ഈ സേവനങ്ങൾ മുഴുവൻ, അല്ലെങ്കിൽ ഈ ശുശ്രൂഷകൾ മുഴുവൻ ചെയ്യുന്നത്. ഇത് ഇവൻ അമർത്തി വെച്ചതിൻ്റെ ഒരു പ്രതികരണമാണ് യഥാർത്ഥത്തിൽ പെട്ടെന്ന് പുറത്തേക്ക് വന്നത്. കാരണം നമുക്കറിയാം, ഒരു പൈപ്പ് തുറന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് പുറത്തേക്ക് വരിക ടാങ്കിലുള്ളത് എന്താണോ അത് തന്നെയായിരിക്കും. ടാങ്കിലുള്ളത് കയ്പുള്ള ജലമാണ് എങ്കിൽ കയ്പുള്ള ജലമായിരിക്കും അതിലൂടെ പുറത്തു വരിക. മധുരമുള്ള ജലമാണ് ടാങ്കിലുള്ളത് എങ്കിൽ ആ മധുരമുള്ള ജലമായിരിക്കും ടാങ്കിലൂടെ പുറത്തു വരിക. ഇത് തന്നെയാണ് ഇവിടെയും സംഭവിക്കുക. ഇവൻ്റെ ഉള്ളിൽ കാലങ്ങളായി പിതാവിനോട് ഇവൻ്റെ ഉള്ളിൽ നിലനിന്നിരുന്ന ആ നീരസമാണ് ഇവിടെ ഇപ്പോൾ ഒരു ശോഭമായി ഇവൻ പുറത്തേക്ക് പ്രകടിപ്പിക്കുന്നത്. സഹോദരങ്ങളെ നോക്കുക, അനുജൻ കടന്നു വന്നതിൽ, തിരികെ വീട്ടിലേക്ക് എത്തിയതിൽ ഇവന് സന്തോഷിക്കാൻ കഴിയുന്നില്ല. ഒന്ന്. രണ്ട്, ഈ മകന് വേണ്ടി വിരുന്നൊരുക്കിയത് ഇവനോട് ആലോചന ചോദിക്കാതെയാണ് എന്നുള്ളത് കൊണ്ട്, ഇവൻ്റെ ഇഷ്ടത്തിനെതിരാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇവൻ ക്ഷുഭിതനായി മാറുന്നു. എന്ന് വെച്ചാൽ ഇവന് ഈ പിതാവുമായുള്ളത് യഥാർത്ഥത്തിലുള്ള ഒരു ആത്മീയമായ ബന്ധമല്ല സഹോദരങ്ങളെ. ഒന്നാമതായി നാം കാണേണ്ടത് ഇതാണ്, ഇവന് പിതാവുമായുള്ളത് കേവലം ഔപചാരികമായ ഒരു ബന്ധം മാത്രമാണ്. പുറമേയുള്ള ശുശ്രൂഷാ ജീവിതത്തിലും പുറമേയുള്ള അനുസരണത്തിലുമൊക്കെ ഇവൻ നല്ലൊരു ക്രിസ്ത്യാനി തന്നെയാണ്, നല്ലൊരു മാർഗനിർദ്ദേശകൻ തന്നെയാണ്. പക്ഷേ ഇവൻ്റെ ഉള്ളിലുള്ള ഭാവത്തെയാണ് കർത്താവ് നോക്കുക. ഇവൻ്റെ ഉള്ളിലുള്ള ഭാവം യഥാർത്ഥത്തിൽ ഇവൻ പൂർണ്ണമായി ഇവൻ്റെ സമർപ്പണത്തോടു കൂടിയാണോ, ഇവൻ്റെ ഇഷ്ടത്തോടു കൂടിയാണോ ഇവൻ ഈ ശുശ്രൂഷകളെല്ലാം നിർവഹിച്ചിരുന്നത്, ഇവൻ ഈ ജോലികളെല്ലാം ചെയ്തിരുന്നത്, വയലിൽ കഠിനാധ്വാനം ചെയ്തിരുന്നത് എന്നുള്ളത് ഇത് നാം ഇവിടെ ആലോചിക്കേണ്ടതാണ് എന്ന് വരുന്നു. കാരണം കർത്താവ് എപ്പോഴും പരിശോധിക്കുക നമ്മുടെ പുറമേയുള്ള അനുഷ്ഠാനങ്ങളോ നമ്മുടെ പുറമേയുള്ള കാഴ്ചവട്ടങ്ങളോ ഒന്നുമല്ലല്ലോ, നമ്മുടെ അന്തരംഗത്തിൻ്റെ ഭാവത്തെയാണ് കർത്താവ് കണക്കിടുക, അന്തരംഗത്തെയാണ് കർത്താവ് പരിശോധിക്കുക. അതുകൊണ്ടാണ് ജെർമിയാ പ്രവചനം അതിൻ്റെ 17-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്, മനുഷ്യഹൃദയം എല്ലാറ്റിനേക്കാളും കപടവും വിഷമവുമുള്ളത്. ഇവിടെ നാം ഈ മൂത്ത ജ്യേഷ്ഠനെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ സഹോദരങ്ങളെ, ഇവൻ്റെ ഹൃദയം യഥാർത്ഥത്തിൽ എത്രമാത്രം കയ്പേറിയതാണ് എന്ന് നാം തിരിച്ചറിയുക. എത്രമാത്രം കയ്പാണ് ഇവൻ്റെ ഉള്ളിൽ ഇവൻ കരുതി വച്ചിരുന്നത്. നമ്മൾ ഇവൻ്റെ പുറമേയുള്ള സാഹചര്യങ്ങൾ വെച്ച് നമ്മളെ ഇവനെ വിലയിരുത്താൻ ഇടവരുന്നു എന്നതാണ് നമുക്ക് വരുന്ന ഒന്നാമത്തെ തെറ്റ് എന്നെനിക്ക് തോന്നുന്നു. ഒരു പ്രത്യേക സാഹചര്യമുണ്ടാകുന്നു, ശോഭിക്കത്തക്ക ഒരു സാഹചര്യമായിരിക്കാം. അവിടെ ഈ സാഹചര്യത്തോട് പ്രതികരിക്കുന്ന രണ്ട് വ്യക്തികളെ നമ്മൾ എടുക്കുന്നു എന്ന് കരുതുക. ഒരു വ്യക്തി ഉടനെ തന്നെ വളരെ പെട്ടെന്ന് ആ സാഹചര്യത്തോട് പൊട്ടിത്തെറിക്കുന്നു, മറ്റൊരു വ്യക്തി പുറമേ പൊട്ടിത്തെറിക്കുന്നില്ല, എങ്കിൽ അകമേ ഭയങ്കരമായി തിളയ്ക്കുകയും ചെയ്യുന്നു. ഉള്ളിൽ ഭയങ്കരമായി തിളയ്ക്കുന്ന ഒരവസ്ഥ. സമൂഹം എപ്പോഴും കണക്കിടുക പുറമേ വളരെ ശാന്തനായി നിന്ന് അതിനോട് സമചിത്തതയോടുകൂടി ഇടപെട്ട വ്യക്തിയായിരിക്കും സമൂഹം മാർക്കിടുക. സമൂഹം പറയും തീർച്ചയായും, അവൻ ആ സാഹചര്യത്തെ എത്ര പക്വതയോടാണ് അഭിമുഖീകരിച്ചത്, എത്ര നല്ല രീതിയിലാണ് അവൻ അഭിമുഖീകരിച്ചത്. പക്ഷേ ഒന്നാമത്തെ വ്യക്തി അവിടെ ശോഭിച്ചതിൻ്റെ പേരിൽ പലപ്പോഴും ഒരുപക്ഷെ കുറ്റപ്പെടുത്തലുകൾ വരെ ഉണ്ടായി എന്ന് വരാം. എന്നാൽ നാം ഒന്ന് കരുതുക, കർത്താവ് ഇവിടെ കണക്കിടുക രണ്ടുപേരെ ഒരുപോലെയായിരിക്കും. കാരണം ഒരുവൻ പുറമേ ശോഭിക്കുന്നു, മറ്റവൻ അകമേ തിളയ്ക്കുന്നു. ഒരുവൻ പുറമേ
ശോഭിക്കുന്നുവെങ്കിൽ മറ്റവൻ അകമേ തിളയ്ക്കുക തന്നെയാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് കർത്താവ് കണക്കിടുക ഇവിടെ രണ്ടുപേരെയും ഒരുപോലെ തന്നെയായിരിക്കും എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇവിടെ ഈ മൂത്ത സഹോദരനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മനസ്സിലുള്ള ആ കയ്പ് തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ പരിഭവമായി, പരാതിയായി, അല്ലെങ്കിൽ ഈ ശോഭമായി പുറത്തു വരുന്നത് എന്ന് നാം തിരിച്ചറിയണം. ഇതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ റോമാലേഖനത്തിലൂടെ അതിൻ്റെ 7-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യത്തിലൂടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, എന്നിൽ ഒരു നന്മയും വസിക്കുന്നില്ല എന്ന്. മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ സ്വഭാവം ഇതാണ്. നാം പുറമേ അണിയുന്ന മാന്യതയുടെ മേൽവസ്ത്രങ്ങളെക്കാൾ, പുറമേ അണിയുന്ന ഔപചാരികതയുടെ ബന്ധങ്ങളെക്കാളൊക്കെ ഉപരി നമ്മുടെ മനസ്സിൻ്റെ അന്തർഭാവങ്ങളിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ, മനസ്സിൻ്റെ അഗാധതയിലേക്ക് നാം കടന്നു ചെല്ലുമ്പോൾ, നമ്മൾ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നന്മ മാത്രമാണോ എപ്പോഴും കുടികൊള്ളുന്നത്? നമ്മുടെ ബന്ധങ്ങളിലെല്ലാം, നമ്മുടെ സമീപനങ്ങളിലെല്ലാം നന്മയോടുകൂടിയ സമീപനങ്ങളാണോ നമ്മളിൽ നിന്നുണ്ടാകുന്നത്? ഇത് നാം പര്യാലോചിക്കേണ്ട ഒരു കാര്യമാണ്. ഈ ഒരു തിരിച്ചറിവാണ് യഥാർത്ഥത്തിൽ പൗലോസ് അപ്പോസ്തലൻ്റെ മാനസാന്തരത്തിൻ്റെ ആദ്യത്തെ പടി എന്നാണ് നാം കരുതേണ്ടത്. ഇവിടെ മൂത്തപുത്രനെ സംബന്ധിച്ചിടത്തോളം മൂത്തപുത്രൻ ദൈവത്തെ സേവിക്കുന്നു, വളരെയേറെ പ്രാർത്ഥിക്കുന്നു, വളരെ കൃത്യമായി ജോലികളെല്ലാം ചെയ്യുന്നു. പക്ഷേ ഇവൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നത് കയ്പ് തന്നെയാണ്. അതുകൊണ്ടാണ് ഇവൻ വളരെ പെട്ടെന്ന് ക്ഷുഭിതനായി മാറുക. സഹോദരങ്ങളെ, രണ്ടാമതായി ഇങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം സംഭവിക്കുന്ന രണ്ടാമത്തെ ഒരു കാര്യം ഇതാണ്. ഇവർക്ക് പലപ്പോഴും സംഭവിക്കുന്നത് ഒരിക്കലും ആർക്കും തിരുത്തി കൊടുക്കുവാൻ കഴിയാത്ത ഒരു മനോഭാവത്തിലായിരിക്കും ഇവർ നിലനിൽക്കുക എന്ന പ്രത്യേകതയാണ്. അവർ അറിഞ്ഞിട്ടുള്ള അറിവുകളുടെ ശാഠ്യങ്ങളിൽ തന്നെ നിലനിൽക്കുക. രണ്ടാമതായി ഇവരിൽ കാണുന്ന ഏറ്റവും വലിയൊരു പ്രത്യേകത ഇത് തന്നെയാണ്. അവർ അറിഞ്ഞിട്ടുള്ളതിനപ്പുറത്തേക്ക് അവൻ കോപിച്ച് അകത്ത് കയറാൻ വിസമ്മതിച്ച് പുറത്തു തന്നെ നിന്നു എന്നാണ് പറയുക, എന്നാണ് വചനം രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് അവൻ അവൻ്റെ അറിവിൻ്റെ ശാഠ്യങ്ങളിൽ തന്നെ നിലനിൽക്കുകയാണ്. അതിനപ്പുറത്തേക്ക് ഒരു പുതുമയിലേക്ക്, പുതുമയുടെ ആഹ്ലാദത്തിലേക്ക് പ്രവേശിക്കാൻ, ആ അനുഭവത്തിൽ പങ്കാളിയായി മാറാൻ ഒരിക്കലും ഈ സഹോദരന് ഇവിടെ കഴിയുന്നില്ല. ഒരുതരം അപ്രതിരോധ്യമായ ഒരുതരം മാനസികാവസ്ഥ. ഇവൻ നമുക്കറിയാം വളരെ അധ്വാനശീലനാണ്, അനുസരണയുള്ളവനാണ്. ഇതിനപ്പുറം ഇനി അനുഷ്ഠാനപരതയിലോ പ്രാർത്ഥനയിലോ ഇതിനപ്പുറം ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഒരു പുതിയ അവബോധത്തെ അല്ലെങ്കിൽ പുതിയൊരു ദർശനത്തെ സ്വീകരിക്കുവാൻ കഴിവില്ലാത്ത അപ്രതിരോധ്യമായ ഒരു മാനസികാവസ്ഥ. പലപ്പോഴും നമുക്കറിയാം, നമ്മൾ പലരോടുമൊക്കെ ഇടപെട്ട് കഴിയുമ്പോൾ ഇങ്ങനെയുള്ള സമീപനങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഒരിക്കൽ എൻ്റെ വ്യക്തി ജീവിതത്തിൽ ഞാനൊരു സഹോദരൻ്റെ അടുക്കൽ അവൻ്റെ ഒരു തകർച്ചയുമായി ബന്ധപ്പെട്ട്, എൻ്റെ ഒരു സുഹൃത്താണ്, ഈ തകർച്ചയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ ഒന്ന് കണ്ട് ആശ്വസിപ്പിച്ച് ഒന്ന് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയാണ് ആ ഭവനത്തിലേക്ക് കടന്നു ചെന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞ് ഏറെ നേരം സംസാരിച്ചു കഴിഞ്ഞ്, സഹോദര, കഴിയുമെങ്കിൽ ഒരു ധ്യാനാനുഭവത്തിലേക്ക് കടന്നു വരിക. ഈ തകർച്ചയിലൂടെയൊക്കെ കർത്താവിന് താങ്കളോട് എന്തൊക്കെയോ പറയുവാനുണ്ട്, അതുകൊണ്ട് തീർച്ചയായും ആ ധ്യാനത്തിലൂടെ കർത്താവ് താങ്കളോട് സംസാരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ സഹോദരൻ ചെയ്തത് അദ്ദേഹത്തിൻ്റെ മുറിയിൽ കടന്നു ചെന്ന് മുറിയിൽ നിന്നൊരു ബൈബിൾ എടുത്തുകൊണ്ട് വന്ന് എൻ്റെ കയ്യിൽ തരികയാണ്. എന്നിട്ട് എന്നോട് പറഞ്ഞു, നീ ഈ ബൈബിൾ ഒന്ന് എടുത്ത് നോക്കുക. ബൈബിൾ നോക്കിക്കഴിഞ്ഞപ്പോൾ ശരിയാണ്, ബൈബിളിൽ പല മഷിക്കുള്ള വരകളുണ്ട്. പച്ച മഷിക്കുള്ള വരയുണ്ട്, ചുവന്ന മഷിക്കുള്ള വരയുണ്ട്, നീല മഷിക്കുള്ള വരയുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, ഈ ബൈബിൾ ഇതിനോടകം ഞാൻ ഏകദേശം ഒരു 5 പ്രാവശ്യമെങ്കിലും മുഴുവൻ പൂർണ്ണമായി തന്നെ വായിച്ചിട്ടുണ്ട്. ഇതിനേക്കാൾ വലിയൊരറിവ് ഇനി എനിക്ക് എന്താണ് കിട്ടുവാനുള്ളത്? നോക്കുക, അവൻ വായിച്ചു കിട്ടിയ ആ ഒരറിവിനപ്പുറം, അതിനപ്പുറം ഇനി പുതിയ ബോധ്യങ്ങളൊന്നും അല്ലെങ്കിൽ പുതിയ അനുഭവങ്ങളൊന്നും എൻ്റെ ജീവിതത്തിലേക്ക് ലഭിക്കുവാനില്ല എന്ന ഒരു അറിവിൻ്റെ ശാഠ്യത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരവസ്ഥ. ഇവിടെയും ഈ സഹോദരനിൽ കാണുന്ന ഒരു പ്രത്യേകത അത് തന്നെയാണ്. അവൻ അകത്ത് കയറുവാൻ മടിച്ച് അവൻ പുറത്ത് തന്നെ നിൽക്കുകയാണ്. പലപ്പോഴും നമ്മളും ഇപ്രകാരം തന്നെയല്ലേ? നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ നമ്മുടെ ദൈവത്തെക്കുറിച്ചുള്ള അറിവിനേക്കാൾ ഉപരിയായി ദൈവം ഒരു അനുഭവമായി നമ്മുടെ ഉള്ളിലേക്ക് അലിഞ്ഞു ചേരുന്ന ഒരവസ്ഥ. ഇതിനു മുമ്പും ഞാൻ ഈ ശുശ്രൂഷയിൽ പങ്കുവച്ചിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അറിവിനേക്കാൾ ഉപരിയായി ഒരനുഭവമായി ക്രിസ്തു നമ്മുടെ ഉള്ളിൽ നിറയുന്ന ഒരവസ്ഥ. ഈ അവസ്ഥയിലേക്ക് പ്രവേശിക്കുവാൻ പലപ്പോഴും നമ്മളുടെ പല ശാഠ്യങ്ങളും നമ്മുടെ പല ബോധ്യങ്ങളും നമ്മളെ നിയന്ത്രിച്ച് നിർത്തുന്നു എന്നുള്ളത് ഈ സഹോദരൻ്റെ ഒരു പരിമിതിയാണെന്ന് നമ്മൾ തിരിച്ചറിയണം. സഹോദര, ഈ വചനം കേൾക്കുമ്പോൾ നമ്മളും ഒന്ന് ധ്യാനിക്കണേ. നമ്മളുടെയും അറിവിൻ്റെ പരിമിതികൾ ഏതൊക്കെയാണ്? നമ്മളുടെയും അറിവിൻ്റെ ശാഠ്യങ്ങൾ ഏതൊക്കെയാണ്? നമ്മളിപ്പോഴും ദൈവാനുഭവത്തിലേക്ക് പ്രവേശിക്കുവാനാകാതെ ഈ മൂത്ത പുത്രനെ പോലെ തന്നെ പുറത്തു നിൽക്കുന്നവരാണോ? ദൈവാനുഭവത്തിൻ്റെ ഭവനത്തിന് പുറത്ത് നാം ശാഠ്യത്തോടെ മാറി നിൽക്കുന്നവരാണോ?
ഈ വചന കേൾവി അതിനുകൂടി മുഖാന്തിരമായി മാറണമെന്ന് സൂചിപ്പിക്കുകയാണ് ഞാൻ. മൂന്നാമതായി ഒരു പ്രത്യേകത കൂടി ഇവിടെ സൂചിപ്പിക്കുവാനുള്ളത്, സഹോദരങ്ങളെ, ഇവിടെ ഈ മൂത്തപുത്രനെ സംബന്ധിച്ചിടത്തോളം അവൻ തന്നെ കുറിച്ച് തന്നെയുള്ള ഒരു ഉന്നതമായ അഭിപ്രായത്തിൽ കുടിയിരിക്കുന്നവനാണ്, ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷനിൽ അടയിരിക്കുന്നവനാണ്. അവനെക്കുറിച്ച് അവൻ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള, അവനെക്കുറിച്ച് അവൻ തന്നെ സ്വരുക്കൂട്ടിയിട്ടുള്ള ഒരഭിപ്രായം അവൻ്റെ ഉള്ളിലുണ്ട്. ഈ അഭിപ്രായത്തിൻ്റെ ഉള്ളിലാണ് അവൻ അടയിരിക്കുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും ഈ വ്യക്തിക്ക് ഇതിന് പുറത്തേക്ക് വരാൻ കഴിയാതെ വരുന്നത്. അതുകൊണ്ടാണ് ഈ സഹോദരനും പിതാവിനോട് വേലക്കാരനോട് സംസാരിക്കുന്നത് ഇങ്ങനെയാണ്: ഈ വർഷങ്ങളിലെല്ലാം ഞാൻ അങ്ങയ്ക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്തു. ഒന്നാമതായി ഞാൻ വളരെ അനുസരണയോടുകൂടി, വളരെ ചിട്ടയോടുകൂടി അങ്ങ് പറഞ്ഞതുപോലെയെല്ലാം അങ്ങയ്ക്ക് വേണ്ടി അങ്ങയുടെ ഹിതപ്രകാരം ഞാൻ കഠിനാധ്വാനം ചെയ്തു. ആ അധ്വാനത്തെക്കുറിച്ച് ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷനാണ്. ഞാൻ എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ, ഞാൻ എൻ്റെ അനുഷ്ഠാന ജീവിതത്തിൽ ഞാൻ കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്. ഞാൻ അല്ലെങ്കിൽ ഇതിൽ പൂർണ്ണ സമയം വ്യാപൃതനായിട്ടുണ്ട്. അങ്ങ് പറഞ്ഞ ഒരു കാര്യവും ചെയ്യാൻ ഞാൻ വിസമ്മതിച്ചിട്ടില്ല. എൻ്റെ ഒരു ബോധ്യമനുസരിച്ച്, എൻ്റെ ഇഷ്ടമനുസരിച്ച് ഞാൻ പിതാവാം ദൈവം പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ടല്ലോ. ഇത് ഇവൻ്റെ ഉള്ളിലുള്ള ഒരു ബോധ്യമാണ്. എങ്കിൽ നോക്കുക, ഇവിടെ കടന്നു വന്നിട്ടുള്ളവൻ അവന് കൊടുത്ത സ്വത്ത് മുഴുവൻ വിറ്റു തുലച്ച് വേശ്യകളോടുകൂടി നടന്നവനാണ്. അപ്പോഴും ഈ സഹോദരൻ ചെയ്യുന്നത് എന്താണ് സഹോദരങ്ങളെ? നമ്മുടെ സൽഗുണങ്ങളെക്കുറിച്ച് നാം തന്നെ ഉച്ചത്തിൽ ഉദ്ഘോഷിക്കുകയും നമുക്ക് ചുറ്റുമുള്ളവർ നമ്മളോളം പ്രവർത്തിക്കുന്നില്ല, നമ്മളോളം പ്രാർത്ഥിക്കുന്നില്ല, നമ്മളോളം വേല ചെയ്യുന്നില്ല, ഇങ്ങനെ ചുറ്റുമുള്ളവരെ വിലയിടിച്ച് കാണുക കൂടി ചെയ്യുന്ന ഒരു തലത്തിലേക്ക് ഈ സഹോദരൻ നീങ്ങുകയാണ്. ഇതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, ഈ സഹോദരനെ സംബന്ധിച്ചിടത്തോളം അവൻ അടയിരിക്കുന്നത് ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ്റെ പുറത്താണ്. ഒരു സ്വയം അവൻ തീർത്തിട്ടുള്ള ഒരു ആത്മസംതൃപ്തിയുടെ മുകളിൽ തന്നെ നിലനിൽക്കുന്നവനാണ്. സഹോദരങ്ങളെ, നമ്മളേറെ പ്രാർത്ഥിക്കുന്നു എന്ന് പറയുമ്പോഴും, നാം ഏറെ ആരാധനാ ജീവിതത്തിൽ പങ്കാളികളാണ് എന്ന് പറയുമ്പോഴും പലപ്പോഴും നമുക്ക് പറ്റുന്നതും ഇത് തന്നെയല്ലേ? നാം തന്നെ സ്വയം തീർത്തിട്ടുള്ള ഒരു ആത്മസംതൃപ്തിയുടെ, നാം തന്നെ സ്വയം കണ്ടെത്തിയിട്ടുള്ള ഒരാത്മസംതൃപ്തിയുടെ വലയത്തിൽ നാം ഇങ്ങനെ കുരുങ്ങിക്കിടക്കുകയാണോ? അതിനപ്പുറത്തേക്ക് നാം എപ്പോഴെങ്കിലും പുറത്തേക്ക് പ്രവേശിക്കുന്നുണ്ടോ? ഇത് നാം ആത്മപരിശോധന നടത്തേണ്ടതാണ്. ഈ ഇളയ മകൻ ഇങ്ങനെ വഴിതെറ്റിപ്പോയി എങ്കിൽ, ഈ ഇളയ മകൻ വഴിവിട്ടു പോയി എങ്കിൽ സഹോദരങ്ങളെ, നമ്മളൊന്ന് ധ്യാനിക്കേണ്ടതുണ്ട്. അവൻ്റെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ നമുക്ക് ലഭിച്ചതിനേക്കാൾ നമുക്ക് ലഭിച്ചിടത്തോളം നല്ല വിദ്യാഭ്യാസമോ നമുക്ക് ലഭിച്ചിടത്തോളം നല്ല പരിശീലനമോ ലഭിക്കാതിരുന്നത് കൊണ്ടായിരിക്കാം ഈ സഹോദരൻ ഇങ്ങനെ പാപത്തിലേക്ക്, ഇല്ലെങ്കിൽ മാലിന്യങ്ങളിലേക്ക് വഴിതെറ്റിപ്പോയത്. ഇതാ ഇപ്പോൾ ഈ മകൻ മടങ്ങി വന്നിരിക്കുന്നുവല്ലോ എന്നൊരു സന്തോഷമല്ലേ യഥാർത്ഥത്തിൽ നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കേണ്ടത്. നമ്മളും പലപ്പോഴും ഈ മുഴക്കോലുകൾ വെച്ചാണോ നമുക്ക് ചുറ്റും നിൽക്കുന്നവരെ വിലയിടുക? ആരാധനാ ജീവിതത്തോടും ശുശ്രൂഷാ ജീവിതത്തോടും ഒക്കെ വളരെ ചേർന്ന് നിൽക്കുന്നു, നമുക്ക് ചുറ്റും നിൽക്കുന്നവരൊന്നും അങ്ങനെയല്ലല്ലോ എന്നുള്ള ഈ അളവുകോൽ വെച്ചാണോ നമ്മൾ പലപ്പോഴും മറ്റു പലരെയും വിലയിരുത്തുന്നത് എങ്കിൽ നമുക്ക് തെറ്റി എന്ന് നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് നാം ഈ ആത്മസംതൃപ്തിയുടെ തുറുങ്കുകളെ നമ്മൾ ഭേദിച്ച് പുറത്തു വരേണ്ടതുണ്ട്. ഇതിൽ നിന്ന് ഞാനും എൻ്റെ ദൈവവും നമ്മ ആയിട്ടുള്ള ഒരു ബന്ധത്തിലേക്ക് നമ്മൾ മടങ്ങി വരേണ്ടതുണ്ട്. നോക്കുക, ക്രിസ്തു തൻ്റെ സമീപത്തേക്ക് കടന്നു വരുന്ന ഒരുവനെയും വിധിക്കുന്നില്ല. ആരെക്കുറിച്ചും ക്രിസ്തു ഒരു വിധിവാചകവും പറയുന്നില്ല. നമ്മളാണ് വിധിക്കുക. അതുകൊണ്ട് സഹോദരി, ഈ വചനം പങ്കുവയ്ക്കുമ്പോൾ ഒരു നിമിഷം നമ്മൾ ധ്യാനപൂർവ്വം കരം കൂപ്പിയിരിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. നമ്മളിൽ ഈ മൂത്തപുത്രൻ വചനം പറയുന്ന ഞാനാണോ, അതോ വചനം കേൾക്കുന്ന നിങ്ങളിൽ ഓരോരുത്തരുമാണോ? നമ്മൾ ഒരു നിമിഷം ധ്യാനപൂർവ്വം ഈ വചനത്തിൻ്റെ മുമ്പിൽ ഇരിക്കേണ്ടതുണ്ട്. നമ്മൾ പലപ്പോഴും ഇങ്ങനെ ഈ മൂത്തപുത്രനെ പോലെ ദൈവാനുഭവത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുവാൻ മടിച്ച് നമ്മുടെ ശാഠ്യങ്ങളിൽ തന്നെ കുരുങ്ങിക്കിടക്കുകയും നാം സ്വയം തീർത്ത ആത്മസംതൃപ്തിയിൽ തന്നെ അടയിരിക്കുകയും ചെയ്യുന്നവരാണോ? നമുക്ക് ഈ വചന കേൾവിയിലൂടെ ഇത് നമുക്ക് ആത്മപരിശോധന നടത്താം. ഒരു നിമിഷം നമുക്ക് നമ്മുടെ കരങ്ങളെ കൂപ്പി ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. വാഴ്ത്തപ്പെട്ട കർത്താവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. നാഥ, നിൻ്റെ തിരുവചനങ്ങൾ ധ്യാനിക്കുകയായിരുന്നു ഞങ്ങൾ. ലൂക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 15-ാം അധ്യായം, ധൂർത്തപുത്രൻ്റെ ഉപമ ഞങ്ങളേറെ ധ്യാന വിഷയമാക്കിയിട്ടുള്ളതാണ്. കർത്താവായ യേശുവേ, ഇതിൽ ഈ മൂത്തപുത്രൻ അവൻ മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലൂടെ ഇളയ മകൻ കടന്നു വന്നപ്പോൾ ആ അനുഭവത്തിൽ പങ്കാളിയാവാൻ മടിച്ച് മാറി നിൽക്കുകയാണ്. സ്വയം തീർത്ത ഒരാത്മസംതൃപ്തിയിൽ അവൻ ദൈവാഭിമുഖ്യമുള്ളവനാണ് എന്ന് കരുതി മാറി നിൽക്കുന്നുവല്ലോ. ദൈവമേ, ഞങ്ങളും ഞങ്ങളുടെ പ്രാർത്ഥനാ ജീവിതവുമായി ആരാധനാ ജീവിതവുമായി ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് ഇപ്പോഴും ഇങ്ങനെ ഈ ആത്മസംതൃപ്തിയുടെ തുറുങ്കുകൾക്കുള്ളിലാണോ?
സ്വയം തീർത്ത ആ പരിമിതികൾക്കുള്ളിൽ നിന്ന് ഞങ്ങൾക്ക് പുറത്തു വരാൻ കഴിയുന്നുണ്ടോ? ഞങ്ങൾ ഈ വചന കേൾവിയിലൂടെ ആത്മപരിശോധന നടത്തുവാൻ ഇന്ന് മുഖാന്തിരമായി മാറണം. ഒരിക്കലും ഞങ്ങൾ തീർത്ത ശാഠ്യങ്ങളിൽ കുരുങ്ങിക്കിടക്കുന്നവരാകരുത്. ദൈവാനുഭവത്തിൻ്റെ വലിയ ലോകത്തിലേക്ക്, വലിയ അനുഭവത്തിൻ്റെ നിറവിലേക്ക് ഞങ്ങളെ ആനയിക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശുദ്ധിമതിയായ മാതാവേ, സകല പരിശുദ്ധന്മാരുമേ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ